വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നൂറുകണക്കിന് വിദേശികളെയാണ് 6 ദിവസത്തിനകം ആശാൻ നാട് കടത്തിയത് എന്നറിയാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം മെക്സിക്കോയിലോട്ട് ഒരു വിമാനം പറക്കാനിരുന്നതാണ്. പക്ഷെ മെക്സിക്കോ തടഞ്ഞു. ഇനി ഇങ്ങോട്ട് കയറ്റി വിടണ്ടെന്ന് മെക്സിക്കോ പറഞ്ഞു. 4 ഞെട്ടിലും 3 കമ്പിലുമാണ് ഈ രാജ്യം ഓടുന്നത്. ഈ രാജ്യത്തിനെ തകർക്കരുത് എന്നാണോ മെക്സിക്കോ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതുപോലെയാണ് മെക്സിക്കോ പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപും മെക്സിക്കൻ പ്രസിഡന്റും തമ്മിൽ വലിയ സംഘർഷം എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. അതൊക്കെ എടുത്ത് നമ്മളും വാർത്ത കൊടുത്തു. ഡൊണാൾഡ് ട്രംപ് ആരാധകർ ഇത് തെറി അതിന്റെ താഴെ വന്ന് കിടന്നു. എന്തായാലും ട്രംപിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ തേടി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് പറയാം. ഗുരുദ്വാരകളിൽ ഖലിസ്ഥാനി ഭീകരർക്കും അനധികൃത കുടിയേറ്റക്കാരും ഗുരുദ്വാരകൾ കേന്ദ്രമാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പഞ്ഞു എന്ന് പറയുന്ന അയാൾ അവിടെ ചെന്ന് നിന്ന് ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരൂ. പോരാത്തതിന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ഞു എങ്ങനെ അവിടെ കയറി, ഈ വീഡിയോ ഞങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന്. ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യം പോലും വന്നില്ല. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് റെയ്ഡ് നടത്തുകയാണ് ഇപ്പോൾ എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭീഷണിക്ക് പവിത്രതയ്ക്ക് ഭീഷണിയായാണെന്നാണ് സിഖ് സംഘടനയായിട്ടുള്ള സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഫണ്ട് പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള കിരൺ കൗർ ഗില്ല്. എന്നാലും ട്രംപ് ഇതൊന്നും ഒരു ട്രംപിന്റെ ഒരു രോമത്തിൽ പോലും ഏശുന്നില്ല എന്നുള്ളതാണ്. പോരാത്തതിന് അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. അത് ഈ ജോ ബൈഡൻ കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമം എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഏരിയകളിൽ നിയമപാലകർ പോകാൻ പാടില്ല എന്നുള്ളതാണ് ആ നിയമം. സെൻസിറ്റീവ് ഏരിയകളായിട്ടുള്ള ഗുരുദ്വാര, ചർച്ച് അങ്ങനെയുള്ളവരൊന്നും നിയമപാലകർ പോകണ്ട, അങ്ങനെയുള്ള പോകണ്ടാകുന്നത്. ഇയാൾ വന്ന ഉടനെ തന്നെ ആ നിയമമൊക്കെ എടുത്ത് തോട്ടി പറത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആക്ടിംഗ് സെക്രട്ടറി, ഇമിഗ്രേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് സെക്രട്ടറി, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. ഒന്നും നോക്കണ്ട, കയറി അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുദ്വാരകൾ മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി മെഴുകുകയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പവിത്രതയ്ക്ക് ഭീഷണിയാണ്, ഇത് ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിനെ എതിർക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ രംഗത്തെത്തിയിട്ടുണ്ട്. തുടച്ചു നീക്കുവോ ഖലിസ്ഥാനികളെ മുഴുവൻ? ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? കാണില്ല. ഇത് ചോദിച്ചു. അതായത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാനുണ്ട്. ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനകത്ത് ആ രീതി അവലംബിക്കുന്ന രീതിയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ലോകത്തെമ്പാടും ഉയർന്നു വന്നിട്ടുണ്ട്. മെക്സിക്കോയ്ക്ക് പിന്നാലെ കൊളംബിയ ഈ കുടിയേറ്റക്കാരുമായി വന്ന വിമാനം ലാൻഡ് ചെയ്യാൻ അനുവദിച്ചില്ല അമേരിക്ക, സൈനിക വിമാനമായി. അതിന് പിന്നാലെ ബ്രസീല് വലിയ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പറയുന്ന അത് ശരിക്കും ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ കുടിയേറ്റക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ കയ്യിൽ വിലങ്ങിട്ടിരിക്കുകയാണ്, കാലില് കയറ് കെട്ടിയിരിക്കുകയാണ്. അതായത് ഇവരെ ഒരു വളരെ പീഡിപ്പിച്ചിട്ട് വേറൊരു അവർ ശരിയാണ്, അവര് ഈ അനധികൃതമായി കുടിയേറിയവരാണ്. അവിടെ മുതൽ തന്നെ ഇവരെ ഈ കൈവിലങ്ങുകളുമായിട്ട് വിമാനത്തിൽ കൊണ്ടുപോകുന്നു. അതിൽ യാത്ര ചെയ്തവർ പറയുന്നതനുസരിച്ച് അവർക്ക് കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല, ടോയ്ലറ്റിൽ പോലും അവരെ പോകാൻ അനുവദിച്ചിട്ടില്ല. അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ കൈവിലങ്ങളോട് കൂടി യാത്ര ചെയ്ത് കൊണ്ടുവന്ന് വിടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളിൽ പറയുന്നത് ഒരു മാനുഷികമായ ഒരു പരിഗണന കൊടുത്തൂടെ എന്നാണ്. ഇതിനകത്ത് കൊളംബിയ ഉടക്കാനുണ്ടായ കാരണം അവർ പറയുന്നത് അമേരിക്കയുടെ സൈനിക വിമാനത്തിലായിരുന്നു കൊളംബിയയിലേക്ക് ഈ കുടിയേറ്റക്കാരെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അവർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഞങ്ങളുടെ പേഴ്സണൽ വിമാനങ്ങൾ വേണമെങ്കിൽ വിട്ടുതരാം, അവരെ മാന്യമായിട്ട് വേണം നിങ്ങൾ യാത്രയാക്കി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, നമ്മുടെ ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞത്. അതായത് ഇല്ലെങ്കിൽ ഈ ഒരു പരാതി വരും. ട്രംപ് ആയതുകൊണ്ട് കയ്യിൽ വിലങ്ങുമൊക്കെ ആയിട്ടായി ദില്ലി വിമാനത്താവളത്തിലൊക്കെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കും. അതുകൊണ്ടായിരിക്കും ഇന്ത്യ തുടക്കത്തിലേ പറഞ്ഞത് നിങ്ങൾ ലിസ്റ്റിംഗ് തന്നാൽ മതി, ഞങ്ങളുടെ ആൾക്കാരെ ഡീസന്റ് ആയിട്ട് കൊണ്ടുവന്നോളാം. മറ്റവന്മാരൊക്കെ ചിന്തിക്കുന്ന സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആയിരുന്നു ഈ മെക്സിക്കോയിലും കൊളംബിയയിലും അപ്പം നമ്മുടെ ഈ ബ്രസീലിലും ഒക്കെ ഇവിടെ ഗോട്ടിമാലയിലും ഒക്കെ ഇറക്കി വിട്ടു, ഗോട്ടിമലയിലൊക്കെ കൊണ്ടിറക്കി വിട്ടു. അപ്പം ഇതേ രീതിയാണ്. അപ്പൊ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അവർ കുറ്റവാളികളാകാം, അനധികൃതമായി കുറ്റവാളികൾ തന്നെയാണ്. പക്ഷെ അവരെ വിടുമ്പോൾ ഒരു മാന്യതയോടെ കൂടി വിടണം. ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് എതിർക്കുള്ളൂ. ഏതായാലും കാരണം ഇതിപ്പോ നമ്മൾ എതിർത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. എതിർത്തവരൊക്കെ പിന്നീട് മാളത്തിൽ വിളിക്കുന്ന കാഴ്ചയാണ്. അത് മെക്സിക്കോ ആയിട്ടുള്ള ഉടക്ക് തീർന്നു. കൊളംബിയക്കെതിരെ 25% താരിഫ് ചുമത്തി കഴിഞ്ഞു, നികുതി ചുമത്തി. അതുപോലെ തന്നെ അവരുടെ ഡിപ്ലോമാറ്റിക് വിസ റദ്ദ് ചെയ്തു ഉടനെ. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് പുള്ളി ഇത് പറഞ്ഞത്. പെട്രോയും ഈ ട്രംപും തമ്മിൽ പണ്ടേ ഉടക്കാം. ഈ പെട്രോ ഒരു സോഷ്യലിസ്റ്റ് ആണ്, ഈ കൊളംബിയയുടെ പ്രസിഡന്റ് പെട്രോ ഒരു സോഷ്യലിസ്റ്റ് ആശയക്കാരൻ. ഇവർ പണ്ടേ ഉടക്കാം. അപ്പൊ പെട്രോ ഞങ്ങൾ അങ്ങനെ വെച്ച് പറഞ്ഞതല്ല, ഇവിടെ അവരെ കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷെ അവരെ ഇങ്ങനെ കൊണ്ടുവരുന്നത് മോശമാണ്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നു. ഏതായാലും ആ വിഷയവും തീർന്നു തോന്നുന്നു. കാരണം പുള്ളി വരട്ടുന്നിടത്തൊക്കെ വീഴുന്നുണ്ട് ഓരോ രാജ്യങ്ങൾ, അത് വേറെ കാര്യം. ലാറ്റിൻ അമേരിക്കൻ രാജ്യം, ചെറിയ രാജ്യമാണ്. കാരണം അവരുടെ സാധനങ്ങൾ ഒരുപാട് ഇവിടെ കൊണ്ട് വിറ്റ് അഴിക്കുന്നുണ്ട്. ഏതായാലും
ഇനി ഇത് എന്ന് കരുതിയിട്ട് ഈ കുടിയേറിയവരെ, അത് അനധികൃതമായി കുടിയേറി പുറത്താക്കാതിരിക്കില്ല. ഏതായാലും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്കായിരിക്കും ഇങ്ങനെയുള്ളവരെ പുറത്താക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യ അവരെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ഈ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ രാജ്യവുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം, ഒരു ചർച്ച നടത്തിയ ഒരു രാജ്യം ഇന്ത്യയാണ്. ശ്രീ എസ് ജയശങ്കർ അവരുടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെ, 20ഓളം വരുന്ന ഇന്ത്യക്കാരായ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ സംസാരിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എല്ലാ വിഷയവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവിടെ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചത് പാകിസ്ഥാനായിട്ടുള്ള റിലേഷൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷന്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതാണ് ഈ വ്യാപാരം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമ്മളല്ല അത് കട്ട് ചെയ്ത്, പാകിസ്ഥാനാണ് കട്ട് ചെയ്തത്, അപ്പൊ അവർ തന്നെയാണ് അതിന്റെ മുൻകൈ എടുക്കേണ്ടത്. ബംഗ്ലാദേശുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞു, കൂടുതൽ വിവരങ്ങൾ പറഞ്ഞില്ല. മറ്റു ചില വിഷയങ്ങളും ചർച്ചയായി എന്ന് അദ്ദേഹം പറഞ്ഞു. ആ മറ്റു ചില വിഷയങ്ങൾ ചർച്ച എന്താണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചതുമില്ല, അദ്ദേഹം പറയാനൊട്ട് തയ്യാറായതുമില്ല. പക്ഷെ നമുക്കറിയാമായിരുന്നു ഡൊണാൾഡ് ട്രംപ്, നമ്മൾ തന്നെ മുമ്പ് ചർച്ച ചെയ്താണ്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു വിഭാഗം ഈ ഖാലിസ്ഥാനികളാണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം ഈ ഖാലിസ്ഥാൻ വാദമാണ് ഇപ്പോൾ ഇന്ത്യ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട, മുൻപ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ഈ ഭീകര പ്രവർത്തനമായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഖാലിസ്ഥാന്റെ ഈ ഒരു ഭീകര പ്രവർത്തനമാണ് നമ്മളിപ്പോൾ എല്ലാ വേദികളിലും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ യൂറോപ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് കാനഡ, അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഖാലിസ്ഥാൻ സംഘടനകൾ സജീവമാണ് എന്ന് മാത്രമല്ല അവര് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു. അവർക്ക് കാനഡയിൽ എല്ലാവർക്കും സഹായം ചെയ്തു കൊടുത്തത് ജസ്റ്റിൻ ട്രൂഡോ ആണെങ്കിൽ ബ്രിട്ടനിലും അവർക്ക് അതിന്റെ സഹായങ്ങൾ കിട്ടുന്നു. ഇനിയിപ്പോൾ അമേരിക്കയിൽ നിന്ന് അവർക്ക് വലിയ സഹായങ്ങൾ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഈ റെയ്ഡുകൾ സൂചിപ്പിക്കുന്ന കാര്യം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഖാലിസ്ഥാൻ വാദം ഇനി അധികം മുൻപോട്ട് വളർത്തിക്കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും കാനഡയിലെ ഇപ്പോൾ ഈ നമ്മുടെ ട്രൂഡോ മാറിയത് കൊണ്ട് ഒരുപക്ഷെ ഖാലിസ്ഥാനികൾ തൽക്കാലത്തേക്ക് തല പൊക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ തല പൊക്കില്ല എന്നുള്ളതല്ല, അവരൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തല പൊക്കുക തന്നെ ചെയ്യും. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച, ഇന്നലെ അല്ല ജനുവരി 26 നമ്മൾ കണ്ട ഒരു കാഴ്ച, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസിൽ ലണ്ടനിൽ ഒരു റിപ്പബ്ലിക് ഡേ പതാക ഉയർത്തും ചടങ്ങ് നടക്കുന്നു. അവിടേക്ക് ഈ ഖാലിസ്ഥാനികൾ അവരുടെ കൊടിയുമായി എത്തി ഇതിനെതിരെ മുദ്രാവാക്യം വിളിക്കും. അവിടെ കൂടിയ ഇന്ത്യക്കാർ ഇവരെ ആക്രോശിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ ഈ ഖാലിസ്ഥാനികൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഈ ബ്രിട്ടനിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഖാലിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തോന്നുന്നു. അവിടെ നമ്മുടെ കങ്കണ റാവത്തിന്റെ സിനിമ എമർജൻസി സിനിമയ്ക്കെതിരെ അവർ ചില തിയേറ്ററുകൾക്കെതിരെ ആക്രമണം അഴിച്ചു വിട്ടു. തിയേറ്ററുകളിലെ നാശനഷ്ടങ്ങളൊക്കെ ഈ ഖാലിസ്ഥാൻകാർ ബ്രിട്ടനിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോ കാനഡ ഏതാണ്ടൊക്കെ ഒരു ശാന്തമെന്ന പ്രതീതിയാണ് ഇപ്പൊ ജനിപ്പിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ആടുകളിൽ നിൽക്കുകയും ട്രംപ് ഒരു സൈഡിൽ വരുന്നതുമാണ് ഈ കാനഡയിലുള്ള ഖാലിസ്ഥാൻകാർ അധികം കിടന്ന് തലകുത്തി മറിയാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന് ഈ പറയുന്ന അമേരിക്കയാണ്. അമേരിക്ക നൽകുന്ന ഒരു സൂചന, വ്യക്തമായ ഒരു സൂചനയാണ് കൊടുക്കുന്നത്. അവരുടെ ഈ ആരാധനാലയങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഇവർ കൂടുതലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, മുമ്പ് നമ്മൾ ഒരു വാർത്ത കേട്ടിരുന്നു, നമ്മുടെ ഈ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചുണ്ട്. അതായത് പള്ളികളിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പള്ളികളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നൊരു വാർത്ത നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഈ ഖാലിസ്ഥാനി സംഘടനകൾ ഗുരുദ്വാരകളെ തങ്ങളുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരും. അതായത് തെരഞ്ഞെടുപ്പും മറ്റും നടന്നു കഴിയുമ്പോൾ ഈ ഗുരുദ്വാരകൾ പതുക്കെ പിടിച്ചെടുക്കുക, അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അതൊക്കെ ആ ഗുരുദ്വാര കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പ്രബന്ധ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ഇവര് തെരഞ്ഞെടുക്കപ്പെടുക. അതിനുശേഷം ഈ ഗുരുദ്വാര കേന്ദ്രീകരിച്ച് അവിടെ സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഇല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഖാലിസ്ഥാൻ സംഘടന പ്രവർത്തനം നടത്തുന്നത്. ഇതായത് കാനഡ നടത്തിയിരുന്നത്. ഏതായാലും ട്രംപ് കയറുമ്പോൾ ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ റെയ്ഡിലൂടെ നടത്തിയിരിക്കുന്നത്. ഈ റെയ്ഡിലൂടെ ഇപ്പോൾ തെളിവായിരിക്കുന്നത് ഖാലിസ്ഥാൻ ഭീകരരോട് ഒട്ടും അനുഭാവപൂർവമായ ഒരു നിലപാടായിരിക്കില്ല ട്രംപിന്റെ എന്നുള്ളത്. ട്രംപിന്റെ ആ ഒരു നിലപാട് ഇന്ത്യ ഒരുപാട് സഹായിക്കും. കാരണം കാനഡയിലൊക്കെ ഇന്ത്യ നോട്ടമിട്ട അനവധി ഭീകരരുണ്ട്, ഇന്ത്യ ലിസ്റ്റ് കൊടുത്ത ഭീകരുണ്ട്, അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചയക്കണമെന്നുള്ളത്. ഏതായാലും നമ്മൾ പണ്ട് ഈ ട്രംപ് കയറുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു, ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഖാലിസ്ഥാനി ഭീകരർക്കും ഒപ്പം തന്നെ ബംഗ്ലാദേശിലും ആയിരിക്കുമെന്ന്. ഈ ഖാലിസ്ഥാനി ഭീകരർ ഇപ്പോ നമ്മുടെ കുംഭമേളയിലും ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഖാലിസ്ഥാനി ഭീകരർ കഴിഞ്ഞ ദിവസം ജനുവരി 19 പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ ഒരു തീപിടുത്തം ഉണ്ടായി, ഒരു സ്ഫോടനം, സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഇപ്പൊ അവര് പറയുന്നത് KESF ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് ആണ് ഇപ്പോ അതിന്റെ
ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അവര് പറയുന്നത് ഇത് യോഗി ആദിത്യനാഥിനുള്ള മുന്നറിയിപ്പാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. പിലിഭത്തില് 3 ഖലിസ്ഥാനി ഭീകരരെ യോഗി ആദിത്യനാഥ് വെടിവെച്ചു കൊണ്ടിരുന്നു. അപ്പൊ അവരുടെ ചോരയ്ക്ക് നമ്മൾ പകരം ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ അടുത്താണ് കളി, അത് വേറെ കാര്യം. പുള്ളി ഇത് നടന്നുടഞ്ഞു കഴിഞ്ഞാൽ 1000 പേർക്ക് നോട്ടീസും കൊടുത്ത് 600 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുംഭമേള മുഴുവനും UP-യിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകളെയും NIA-യെയും കൊണ്ട് നടച്ചു എന്ന് പറഞ്ഞാൽ കവർ ചെയ്യും. ധനുഷ്, അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭിന്ദ്രൻവാലയുടെ കാലത്ത് ഈ സിഖ് സമൂഹത്തിന്റെ ഒരു വലിയ മാനസിക പിന്തുണ ഭിന്ദ്രൻവാലയ്ക്കും സംഘത്തിനും ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം ഒരു ടോട്ടൽ പഞ്ചാബിയുടെ ഒരു മാനസിക പിന്തുണ ഈ സിഖ് സംഘടനകൾക്കില്ല. നിലവിൽ 6ഓളം സംഘടനകളാണ് പ്രധാനമായും ഈ ഖാലിസ്ഥാൻ സംഘടന ഉള്ളത്. ഇന്ന് അവരെല്ലാം കാനഡയിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നു. മുമ്പ് ഇന്ത്യയിൽ ഇരുന്ന് നിയന്ത്രിച്ചിരുന്ന പല സംഘടനകളും കാനഡയിൽ ഇരുന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ ഇന്ന് അവർക്ക് ഈ ഗുജറാത്തിന്റെ പഞ്ചാബിലെ മുഴുവൻ സിഖുകാരുടെയും മാനസിക പിന്തുണ അവർക്കില്ല. ആ മാനസിക പിന്തുണ ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്ത് ഒരു ഹിന്ദു സിഖ് കലാപം ഉണ്ടാകണം, ഹിന്ദു സിഖ് സംഘർഷം ഉണ്ടാകണം. അതിനുള്ള ഉം, വഴിമരുന്നാണ് ഇവർ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പൊ കുംഭമേളയിൽ ഉം, പോകുന്നു, അതിന്റെ പിന്നിൽ സിഖുകാരാണ്. ഈ വലിയ കൗതുകരമായ ഒരു കാര്യമുണ്ട്. ഈ സിഖ് സമുദായത്തിൽപ്പെടുന്ന ചില വിഭാഗങ്ങൾ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും പങ്കെടുക്കാറുണ്ട്, എല്ലാ കുംഭമേളയിലും അവരും അതെ, പങ്കെടുക്കാറുണ്ട്. കാരണം ഈ മുസ്ലിങ്ങൾ രണ്ട് പങ്കെടുക്കുന്നുണ്ട്. അല്ല, ഇത് ഹിന്ദുക്കളും സിഖുകാരും തമ്മിൽ രണ്ട് മതങ്ങളാണെങ്കിലും ബേസ് ഒന്നു തന്നെയാണ്. ഇവരുടെ ഈ സിസ്റ്റങ്ങൾ ഒന്നു തന്നെയാണ്. അവര് ആചാരപരമായിട്ടാണ് സിഖ് സമൂഹം അതിൽ പങ്കെടുക്കുന്നത്. അപ്പോ ഉം, അവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹിന്ദുക്കളുടെ ഒരു വലിയ രോഷം സിഖുകാർക്ക്, അത് പഞ്ചാബിലെ സിഖുകാർക്കല്ല അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്, ദില്ലി അടക്കം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള സിഖുകാർക്ക് നേരെ പ്രതിഷേധമാകും. ഈ പ്രതിഷേധം മുതലെടുത്തുകൊണ്ട് പഞ്ചാബിന്റെ എല്ലായിടത്തും സിഖ് കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഖാലിസ്ഥാൻ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം. ഉം. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യം കർഷക സമരം ഉണ്ടായപ്പോൾ വലിയ രീതിയിൽ തന്നെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നവർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയെങ്കിൽ ഇന്ന് 101 പേരുടെ പ്രകടനമാണ് അവർ നടത്തുന്നത്. കർഷക സമരം എന്ന് പറഞ്ഞ് അവർ ഹരിയാന അതിർത്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രകടനത്തിലെ ആൾബലം എന്ന് പറയുന്നത് വെറും 101 പേരാണ്. അപ്പൊ ആ നിലയിലേക്ക് അവർ കുറഞ്ഞു, കാരണം അവർക്കൊരു വലിയ പിന്തുണ കിട്ടുന്നില്ല അവിടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ. അപ്പോൾ എന്ത് പറ്റും, ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് ഒരു മാധ്യമം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്നത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന പന്നുവിന്റെ സംഘടന വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്കിടയിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടും കേന്ദ്ര ഭരണത്തിനെതിരായിട്ടും ഒക്കെ ഉള്ള വികാരങ്ങളെ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇത് ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. കാരണം എന്തുകൊണ്ടാണ് ഇതിനെ വലിയ രീതിയിൽ കൈവെക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ഇവരെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ സംഘടന ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ സംഘടന നിരോധിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ ഉം. നിരോധിച്ചു, അത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അവർക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓഫീസുകളുണ്ട്. അതൊന്നും ഇല്ലാതെ വേറൊരു രാജ്യത്താണ്. അപ്പൊ അവിടെ നിന്ന് ഇതിന്റെ വേരിറക്കേണ്ടതായിട്ട് കാര്യമുണ്ട്. അതിപ്പോ അമേരിക്ക സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ആ വേരിറക്കൽ നടക്കും. കാരണം ട്രംപ് അധികാരത്തിലില്ലായിരുന്ന സമയത്താണ് കാനഡയിൽ അത്രയും പേരെ കൊലപ്പെടുത്തിയത്. അത് റഷ്യൻ സഹായത്തോട് ഇന്ത്യ നടത്തിയ നീക്കമാണെന്നാണ് കാനഡ ആരോപിക്കുന്നത്. റഷ്യൻ ചാരസംഘടനയാണ് ഈ സഹായിക്കുന്നത് മുഴുവൻ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ നമ്മുടെ റോയും അവരുടെ ചാരസംഘടനയും ചേർന്നിട്ടാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പൊ ട്രംപ് കൂടി ഈ കടുത്ത നിലപാടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഖാലിസ്ഥാൻ സംഘടനകൾ കുറച്ചൊക്കെ ഉൾവലിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് അവരുടെ ഇടയിൽ, അവരുടെ കമ്മ്യൂണിറ്റിയിലാണല്ലോ സ്വീകാര്യത വേണ്ടത്. അല്ലാതെ ഇപ്പൊ ഈ രാജ്യത്തെ ഹിന്ദുക്കളും അന്ന് പോയിട്ട് ഖാലിസ്ഥാൻ വേണമെന്ന് പറയില്ലല്ലോ. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും വലിയൊരു മൂവ്മെന്റ് ആണ് നടത്തിയത്. ഇന്ത്യയുടെ എന്തായാലും വിജയം എന്ന് തന്നെ ആ, വേണമെങ്കിൽ പറയാം. അതെ, എന്തായാലും ഖലിസ്ഥാനികൾക്ക് ഇനി സുഖമാണെന്ന് പറയുന്നത് പോലെ ഖലിസ്ഥാനികൾക്കെതിരെയും ഗുരുദ്വാരകളിൽ അടക്കം വലിയ രീതിയിലുള്ള റെയ്ഡുകൾ നടക്കുന്നു. പോരാത്തതിന് ഉത്തർപ്രദേശിൽ ഖലിസ്ഥാൻ ഭീകരവാദികൾക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് തുടങ്ങിക്കഴിഞ്ഞു. ആ, വലിയ രീതിയിലുള്ള എന്താണ് ഒരു ഖാലിസ്ഥാൻ വിരുദ്ധ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ അമേരിക്കയും കൂടെ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ എന്താകുമെന്ന് കണ്ടറിയാം. പ്രത്യേകിച്ച് ഈ ആ, നമ്മുടെ കാനഡയിൽ പുതിയ ഭരണാധികാരി വന്നിട്ടില്ലല്ലോ ഇവിടെ. അപ്പോ വരുന്ന ആൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഒരു ഖലിസ്ഥാൻ വിരുദ്ധനായിരിക്കും വരുന്നത് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമാകുമെന്ന് അറിയില്ല. കാരണം ഇവർക്ക് അവിടെ നല്ല ആൾബലമാണ്, ഒരുപാട് MP-മാരും ഉണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ 25 പിടിച്ചു പേര്. നിൽക്കാൻ സാധിക്കും? ഇപ്പൊ എങ്ങനെ ഇവർക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 51ാമത്തെ സംസ്ഥാനമായിട്ട് ഇങ്ങ് പോരെ കാനഡ എന്നൊക്കെ പറഞ്ഞു. അതിനെതിരെ പോലും അവിടെയുള്ള ഖലിസ്ഥാൻ ഭീകരവാദികൾ ശബ്ദം ഉയർത്തി എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അറിയാം എന്ത് സംഭവിക്കുന്നു. താങ്ക് യു വിജയ, താങ്ക് യു സോ മച്ച്.